മക്കൾ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ എന്തിന് ശിക്ഷ ഏറ്റുവാങ്ങണമെന്നാണ് അജ്മലിന്റെ മാതാപിതാക്കൾ ചോദിക്കുന്നത്. വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് നാട്ടുകാരുടെ മുന്നിൽ മാനനഷ്ടമുണ്ടാക്കിയതിനെതിരെ പരാതി നൽകുമെന്ന് അജ്മലിന്റെ മാതാവ് മറിയം. എന്നാൽ പോലീസ് അജ്മലിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയത്തിലാണ് ജീവനക്കാർ. എൻ്റെ പുറകിൽ കാണുന്നതാണ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ്റെ അയൽവാസിയാണ് അജ്മലിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഈ അയൽവാസി ആയതുകൊണ്ട് തന്നെ അജ്മലിനും കുടുംബത്തിനും പോലീസിൻ്റെ സഹായം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഈ KSEB ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഞങ്ങൾ സംശയിക്കുന്നു. കാരണം പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ വീട്. പല കേസുകളിൽ ഇദ്ദേഹം ഊരിപ്പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്താ പറയുക വല്ലാണ്ട് പരിതപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രയാസം അത് ഈ മകനാണ് കാരണക്കാരൻ. ഈ പോലീസും ഈ വീട്ടുകാരും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ സംശയിക്കുന്നു. ഈ ഡിസ്കണക്ഷൻ ചെയ്യാൻ ഈ അക്രമം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടും അവരെത്താൻ വൈകി. അതാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ കാരണം. എന്നാൽ അയൽവാസി എന്നതിലപ്പുറം പോലീസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാതാവ് മറിയം. പോലീസുകാരുമായിട്ട് ഞങ്ങളൊരു ബന്ധവുമില്ല. വെറുതെ അവരെ കൂട്ടി ചേർക്കണ്ട. ഈ വീടും പോലീസുകാരും അടുത്താണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് നീതി കിട്ടണം. പോലീസുകാർക്ക് നടപടി എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. KSEB ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. മാനനഷ്ട കേസ് കൊടുക്കുന്നുണ്ടോ? മാനനഷ്ട കേസ് കൊടുക്കും. ഞങ്ങൾക്ക് വന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. മാനനഷ്ടമുണ്ട്, സാമ്പത്തിക നഷ്ടങ്ങളുണ്ട്. കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ട്. കറണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് വീട്ടിൽ ഒരുപാട് നഷ്ടങ്ങൾ, ഒരു 15 ലക്ഷം റുപ്യൻ്റെ നഷ്ടം ഞങ്ങൾക്ക് വീട്ടിലും ഞങ്ങളെ ഇതിലും സംഭവിച്ചിട്ടുണ്ട്. ഇവർ ഈ കറണ്ട് ഊരി കൊണ്ടുപോകുന്ന ഈ ഒരു കാരണം കൊണ്ട്. ഇത് മക്കൾ ചെയ്ത തെറ്റിന് നമ്മളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയും ഭൂമിയിലേടെ ഇല്ലല്ലോ. ഞങ്ങളൊരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനുമാണ്. ജീവനക്കാർക്കെതിരെ നൽകിയത് കള്ളക്കേസാണെന്ന ആരോപണത്തിനും മറുപടി. കള്ളക്കേസല്ല, അത് നടന്ന സംഭവം തന്നെയാണ്. കള്ളക്കേസ് അങ്ങനെ കൊടുക്കുമോ? ലൈൻമാൻ പ്രശാന്തിന് ഉമ്മനെ TV കണ്ട പരിചയമുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അതും അയാൾ വെറുതെ പറയണതാ. അയാൾക്കിപ്പോൾ അങ്ങോട്ട് പറഞ്ഞൂടെ എന്നെ കണ്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. സംഘടനാ തലത്തിൽ അജ്മലിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലും യൂത്ത് കോൺഗ്രസിൽ തീരുമാനമായിട്ടില്ല. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.